കൊണ്ടോട്ടിയിൽ പോക്സോ കേസെടുത്ത് 2 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധമുയർത്തി ജനകീയ കൂട്ടായ്മ. LP സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനെതിരായുള്ള പരാതിയിൽ പ്രതിയെ പിടികൂടാത്തതിൽ മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പുകളിലും പരാതി നൽകി ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കൂട്ടായ്മ. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ LP സ്കൂളിലെ മുൻ ഹെഡ്മാസ്റ്ററായ കൊണ്ടോട്ടി കുന്നത്ത് പറമ്പ് അബൂബക്കർ സിദ്ദീഖിനെതിരെയാണ് പരാതി. ഇയാൾ പ്രധാനാധ്യാപകനായുള്ള അവസരത്തിലാണ് കുട്ടിയെ രാവിലെ സ്കൂളിൽ വരുന്ന സമയത്ത് ശാരീരികമായി ദുരുപയോഗം ചെയ്തതെന്നാണ് ആക്ഷേപം. വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത കേസിൽ അബൂബക്കർ സിദ്ദീഖിനെതിരെ പോക്സോ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇയാൾ പ്രധാന അധ്യാപകനായി തുടരുന്ന 2022 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാർത്ഥിനി ഈ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണ് അതിക്രമങ്ങൾ നടന്നതെന്നാണ് ആക്ഷേപം. നിലവിലെ സ്കൂളിൽ നടന്ന കൌൺസിലിംഗിലാണ് സംഭവം പുറത്തായത്. ഇത് പുറത്തു പറയുകയാണെങ്കിൽ പിതാവിനെ കൊല്ലുമെന്നുള്ള ഭീഷണികൾ ഉയർത്തി മൗനത്തിലാക്കുകയും ഇതിന്റെ പിൻബലത്തിലാണ് തുടർച്ചയായ ക്രൂരതകൾ ഉണ്ടായതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മറ്റു പല വിദ്യാർത്ഥിനികൾക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് അറിവ്. സിദ്ദിഖിനെതിരെ ഇതിനു മുമ്പും സമാന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്ന് സ്കൂൾ മാനേജ്മെന്റ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് ഇരയുടെ കുടുംബം രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ മാപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ജോലിയിൽ തിരിച്ചെടുത്തത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതിയെ പിടികൂടാൻ തിരച്ചിൽ തുടരുകയാണെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. നല്ലൊരു LP സ്കൂളിന്റെ ഒരു പ്രധാന അധ്യാപകന് ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇതുവരെയായിട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണത്തിൻ്റെ ഒരു രീതിയിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം എവിടെ എത്തി എന്നുള്ളതും പോലീസുമായി നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം വരുമ്പോൾ തന്നെ പോലീസ് പറഞ്ഞ് നമ്മളെല്ലാ രീതിയിലും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംസാരം മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷെ പോലീസ് എന്ത് ചെയ്തു എന്നുള്ളത് ഇതുവരെ 2 മാസമായിട്ട് ജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം നടത്തുന്നുണ്ട്, പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് എന്നല്ലാതെ ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ ആശങ്ക മാറുന്നതിന് ഒരു കൃത്യമായ പരിഹാരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെതിരെ ഇവിടെ പൊതുജനങ്ങളെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിലാണ് മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ഈ ചാനൽ കൊണ്ടോട്ടി.